സ്പെഷ്യാലിറ്റി പക്ഷെ എന്തോ ഒരെണ്ണം ഉണ്ട്. എല്ലാരും നോക്ക്, എല്ലാരും നോക്കാൻ. പ്രിയയുടെ ഡ്രസ് നോക്കട്ടെ. അച്ഛനും മോനും അന്ന് ഹവാല എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലാണിത്. ഹവാല മണിയല്ല, ബ്ലാക്ക് മണി നെയ്യാനാ, ബ്ലാക്ക് മണി ഒന്നും അല്ല, മാബിളാണ്. പക്ഷെ നമ്മൾ വിചാരിച്ചത് പെയിന്റ് അടിച്ചാന്നല്ല, ഇത് ഓരോ സ്ഥലത്തെ മാബിളാണ്. ഇത് ജയ്സൽമേറിലെ ഗോൾഡൻ മാബിളാണ്, ഇത് ഇവിടുത്തെ ഉദയപൂരിലെ ഗ്രീൻ മാബിളാണ്. ഡാഡി ഇത്രയും സ്ഥലം ഇവിടെ ഇല്ലേ, ഇത് പാർക്കിംഗ് സ്പേസ് ആണ്. പക്ഷെ എന്ത് പാർക്ക് ചെയ്യാനാന്നറിയോ? എന്താ? ക്യാമൽ. അച്ഛൻ്റെ ഇൻട്രസ്റ്റ് സ്ഥലത്ത് പോയിരിക്കുവാണ്. ഇവര് കുടുംബത്തോടെ എങ്ങനെയാന്ന് തോന്നുന്നു കേട്ടോ. ഷോപ്പിംഗ് അഡിക്ട്സ്, ഷോപ്പിംഗ് ലവേഴ്സ്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചുകൊണ്ട് പോയുണ്ടല്ലോ പ്രിയ, നമ്മുടെ ഫീമെയിൽ വ്യൂവേഴ്സ് ഉണ്ടല്ലോ, ഏതെങ്കിലുമൊക്കെ എനിക്ക് സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്ത് അയക്കും ഇൻസ്റ്റാഗ്രാമിൽ, നിങ്ങൾ ഇത് വാങ്ങിയോ എന്നൊക്കെ ചോദിച്ചു. കാണേണ്ടവര് കമന്റ് ചെയ്യാം. ഇതെന്തായാലും ഇഷ്ടപ്പെട്ടു. ആനയുടെ തുമ്പിക്കൈയുടെ അകത്തുനിന്ന് വെള്ളം വരുന്നത്. അപ്പൊ നാളെ കുറച്ച് നേരം ഉള്ളൂ. നാളെ ഒന്ന് മോളിൽ പോയി ജസ്റ്റ് അവിടെ കറങ്ങിയിട്ട് അവിടെ നിന്ന് നാട്ടിലേക്ക് പോകണം. പക്ഷെ അതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. അത് നാളത്തെ വീഡിയോയിൽ നിങ്ങൾ അറിയാം. അതിന് ഉത്തരവാദി ഡാഡിയാണ്. ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. നിങ്ങൾക്ക് രാവിലെ തന്നെ ഇങ്ങനത്തെ ഒരു വ്യൂ ഒക്കെ കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ? അപ്പോൾ അങ്ങനെ തന്നെ ഇന്നത്തെ വ്ളോഗ് തുടങ്ങാമെന്ന് വിചാരിച്ചു. അതുമാത്രമല്ല, ഇത് നമ്മുടെ രാജസ്ഥാനിലെ ഇന്നത്തെ ലാസ്റ്റ് ഡേ ആണ്. നാളെ നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് വരുവാണ്. സോ എന്ത് പറയാനാ, എന്നാലും ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് ഒരുമിച്ച് ഞങ്ങളുടെ ഒരു രാജസ്ഥാൻ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഇന്ന് കുറച്ച് ഇവിടെ നല്ല മൺസൂൺ പാലസ്, ഇവിടുത്തെ കിങ്ങിന് 3 പാലസ് ഉണ്ടായിരുന്നു വെതർ അനുസരിച്ച്, അറിയോ? ഒന്ന് സമ്മർ പാലസ്, വിന്റർ പാലസ്, ഒന്ന് മൺസൂൺ പാലസ്. നമ്മൾ സമ്മർ പാലസിൽ ആണ് നിങ്ങൾ ഇന്നലെ കണ്ട ബ്ലോഗിൽ നമ്മൾ പോയത്. വിന്റർ പാലസ് നമ്മൾ താമസിച്ച താജ് ലേക്ക് പാലസ് ആയിരുന്നു. മൺസൂൺ പാലസ് ജസ്റ്റ് സിറ്റ് ആൻഡ് ഒബ്സർവ് ദ ക്ലൗഡ്സ്, അല്ലെങ്കിൽ റെയിൻ കാണാൻ വേണ്ടി മാത്രമാണ് അങ്ങോട്ട് പോകുന്നത്. ഇതൊക്കെയാണ് ലൈഫ് അല്ലേ? അല്ലാതെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ഒക്കെ പ്ലാൻ ചെയ്യാം. സോ ആദ്യം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ബട്ട് ദിസ് പ്ലേസ് ഇസ് അമേസിങ്. ഇൻ ദ മോർണിംഗ് ഞങ്ങൾ താമസിച്ച എല്ലാ സ്ഥലവും വി ആബ്സല്യൂട്ട്ലി ലവ്ഡ് ഓൾ ദി പ്ലേസസ്. അപ്പോൾ ഗൈസ്, ഇന്ന് അച്ഛനും മോനും മാച്ചിങ് ടീഷർട്ടാണ് ഇട്ടിരിക്കുന്നത്. ബ്രേക്ക് വേണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ അറിഞ്ഞുകൊണ്ട് എനിക്കും ഏതൊരു മാത്രം എനിക്കറിയാം ഞങ്ങള് മാത്രം ട്വിന്നിങ് ചെയ്താൽ മതി. ഭാവേതു ഡാഡിയുടെ അടുത്തേക്ക് പോവാം. ഡാഡിനോട് ചോദിക്കാം. ഡാഡി ചിലപ്പോൾ നോട്ടീസ് പോലും ചെയ്യില്ല പറയാതെ. ഡാഡി ഇന്നെന്തെങ്കിലും സ്പെഷ്യാലിറ്റി നോട്ടീസ് ചെയ്തോ? ഞങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ? നോട്ടീസ് ചെയ്തോന്നു ഞങ്ങളെ സ്പെഷ്യല്? ഇത് കണ്ടു കൈയെടുത്ത എന്താ? ഗുജറാത്തിയുടെ ഡ്രസ്സാണല്ലോ. പാവം കണ്ടു. അവന് ഭയങ്കര നാണം. അച്ഛനും മോനും ഒരേ ഡ്രസ്. അപ്പാടെ ഡ്രസ്സാണ് വേദു ഇട്ടിരിക്കുന്നത്. വാ വേദു, അപ്പ പോവാണ്. ബൈ. ഈ ഇടയിട്ടെ ഈ രാജസ്ഥാനിൽ വന്നേ പിന്നെ ഇത്രയും നാണം തോന്നുന്നു. കണ്ട നോക്കാതെ ഓടുക. ഗൈസ്, അപ്പോൾ ഞങ്ങളിപ്പം ഷിൽഗ്രാം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഒരു ചേഞ്ച് ഓഫ് വിഷ്വലി ഒരു ചേഞ്ച് ആവട്ടെ എന്ന് വിചാരിച്ചു. ഇവിടെ വേറെ ഹവേലിയൊക്കെ ഉണ്ട്. ഞങ്ങൾ ആക്ച്വലി ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോകുന്നത് ചിറ്റോർഗഡ് ഫോർട്ടാണ്. ചിറ്റൂർ ഫോർട്ട് ഇറ്റ് ഈസ് മേ ബി ഏഷ്യയിലെ തന്നെ ലാർജസ്റ്റ് ഫോർട്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടുന്ന് ഒരു 2.5 hours പോകാനുണ്ട്. ആൻഡ് ഇനി ട്രാവലിംഗ് നടക്കില്ല, കാരണം വി ആർ ആക്ച്വലി ടു ടയർഡ് ഫോർ ദാറ്റ്. അതുമാത്രമല്ല, അവിടം വരെ പോയിട്ട് വരാൻ 5 hours എടുക്കും. സോ ഇറ്റ്സ് നോട്ട് പോസിബിൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ, കാരണം നാളെ പോകണം, തിരിച്ച് നേരത്തെ ഒന്ന് പാക്ക് ചെയ്യണം. അപ്പോൾ ഒരു ഡിഫറെൻറ്റ് ചേഞ്ച് ഓഫ് എക്സ്പീരിയൻസിന് വേണ്ടി ഷിൽഗ്രാം എന്ന് പറഞ്ഞ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു ലോക്കൽ ആർട്ടിസാൻസിന് വേണ്ടി ഉണ്ടാക്കിയ വില്ലേജാണ്. ഇത് ആരും അങ്ങനെ അധികം കവർ ചെയ്തിട്ടില്ലാന്ന് തോന്നുന്നു. സോ വി തോട്ട് വിൽ കം ഹിയർ. കണ്ട ഷിൽഗ്രാം, ഇറ്റ് വാസ് ഇനോഗ്രേറ്റഡ് ബൈ പ്രൈം മിനിസ്റ്റർ ശ്രീ രാജീവ് ഗാന്ധിയുടെ ആയിരുന്നു ഇനോഗ്രേഷൻ ചെയ്ത്. സോ വളരെ ഡിഫറെൻറ്റ് കോൺസെപ്റ്റ് ആണ്. നമുക്ക് ആക്ച്വലി അറിയില്ല എന്താണ്, ഒന്ന് കയറി കാണാം. ഐ തിങ്ക് സോ ഇറ്റ് വിൽ ബി ലോഡ് ഓഫ് ലോക്കൽ ഹാൻഡിക്രാഫ്റ്റ്സ് ആയിരിക്കും. നല്ല രസമായിരിക്കും. ഡാഡി ഇന്നും ഡാഡിയുടെ ഭയങ്കര സ്ട്രൈപ്സിൻ്റെ വരെ മാസ്ക് ആണ് മാച്ചിങ്.
പ്രിയ മാച്ചിങ് ഇട്ട് തുടങ്ങിയത് അത് ഡാഡിയുടെ ഇൻഫ്ലുവൻസ് ആണ്. പ്രിയക്ക് ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പ്രിയ എന്റെ പോലത്തെ ഒരു സാധാരണ അഡിഡാസ് മാസ്ക് ഇട്ടുകൊണ്ട് നടന്നത്. ഇപ്പോൾ അത് ഡാഡിക്ക് എല്ലാ കോംപ്ലിമെന്റ്സും കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പ്രിയ ഇത് മാറ്റി തുടങ്ങി. അതെ, അച്ഛന്റെ മോളല്ലേ? അതെ, വേദുവിന് ഞാന് സെയിം വേദു അപ്പേ സെയിം അച്ഛനും മോനും മാച്ചിങ്, ഈ അച്ഛനും മോളും മാച്ചിങ്. കിഡിലൻ കോൺസെപ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരു ലോക്കൽ, എനിക്ക് നമ്മൾ ഇതുവരെ പരിചയപ്പെട്ട ബെസ്റ്റ് ഗൈഡാണ്. ഞങ്ങൾ പുള്ളിക്കാരെ വ്ളോഗ് എടുക്കുന്നതുകൊണ്ട് പറഞ്ഞാൽ ഞങ്ങൾ കൂടെ വരാം, 100 rupees കൊണ്ട് തന്നാൽ മതി, ഞങ്ങൾ നല്ല എക്സ്പ്ലെയിൻ ചെയ്യാം. ഹവാല എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലാണിത്. ഹവാല മണിയല്ല, ബ്ലാക്ക് മണി നീയാനാ, ബ്ലാക്ക് മണി ഒന്നുമല്ല, സാധാരണ ഹവാല എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലാണ്. ഇറ്റ്സ് ഇൻ ഉദയ്പൂർ ഇറ്റ്സെൽഫ്. സോ ഇനിയിപ്പോൾ ഓരോന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് നല്ല രസമായിട്ട് എൻജോയ് ചെയ്യാം. പ്രിയ, ഇത് അടിപൊളിയായിട്ടില്ലേ? ഇത് ആക്ച്വലി മാർബിൾ ആണ്. പക്ഷെ നമ്മൾ വിചാരിച്ചത് പെയിന്റ് അടിച്ചാന്നല്ല, ഇത് ഓരോ സ്ഥലത്തെ മാർബിളാണ്. ഇത് ജയ്സൽമേറിലെ ഗോൾഡൻ മാർബിളാണ്, ഇത് ഇവിടുത്തെ ഉദയ്പൂരിലെ ഗ്രീൻ മാർബിളാണ്. പിന്നെ ഇതില്ലേ, ഇതിപ്പോ ഏതെങ്കിലും നമുക്ക് ഡിസൈൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇവര് ഈ ആർട്ടിസ്റ്റിന്, ഇത് ഉണ്ടാക്കിയ ആർട്ടിസ്റ്റിന്റെ നമ്പർ വരും, നമുക്ക് നേരിട്ട് കോൺടാക്ട് ചെയ്ത് വി ക്യാൻ മേക്ക് ഇറ്റ്. സോ ആർട്ടിസ്റ്റിന് ഒരു പ്രൊമോഷനും കൂടിയാണ്. ഡാഡി, ഇതിന്റെ കോൺസെപ്റ്റ് എന്താ അറിയോ? ഇതിന്റെ അകത്ത് 4 വില്ലേജസിന്റെ സാമ്പിൾ ഉണ്ട്. രാജസ്ഥാൻ ഉണ്ട്, മഹാരാഷ്ട്ര ഉണ്ട്, ഗുജറാത്ത്, ഗോവ. അപ്പൊ ഇപ്പൊ നമ്മള് രാജസ്ഥാനിലാണ്. അപ്പൊ തുടക്കം തന്നെ ഒരു അമ്പലം. പക്ഷെ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് കൗഡങ്ങും മണ്ണും കൂടെ മിക്സ് ചെയ്താ ഫുൾ. സോ ഭയങ്കര ചൂടത്താണെങ്കിലും അകത്ത് നല്ല തണുപ്പായിരിക്കും. അങ്ങനെയാ, തണുപ്പത്താണെങ്കിൽ അകത്ത് ചൂടാണെങ്കിൽ അകത്ത് തണുപ്പായിരിക്കും, തണുപ്പാണെങ്കിൽ അകത്ത് ചൂടായിരിക്കും. ഇപ്പൊ ഒന്ന് ജസ്റ്റ് അകം കയറി കാണാം. എനിക്കൊന്ന് കാളിദേവിയുടെ ടെമ്പിൾ ആയിരുന്നു തോന്നുന്നു. അകത്ത് കയറുന്നില്ല, പക്ഷെ പണ്ടത്തെ ഒരു അമ്പലത്തിന്റെ രീതി തന്നെയാ അകം വെച്ചിരിക്കുന്നത്. ऐसा ही था पुराना वाला टेम्पल? पुराना अभी भी हमारे गांव में ऐसे ही पास अभी भी टेम्पल ऐसा ही है? अपने गांव में जो घर जैसा लगता है. भैरव मंदिर जो है ना वो ऐसे ही रहेगा. ഡാഡി എന്താ അല്ല ചെറിയ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് നല്ലതല്ല. നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യണമായിരുന്നു അല്ലേ? ആയിരിക്കും. അത് ടൈഗർ, അത് വേദുവിന്റെ ടൈഗർ, വേദുവിന് ഇഷ്ടമാണ് ടൈഗർ. ഇത് ആക്ച്വലി ജയ്സൽമേർ വില്ലേജ് ആണ്. ജയ്സൽമേർ വില്ലേജിന്റെ ഒരു സാമ്പിൾ ആണ്. പ്രിയതേ പോയി എത്തിയൊക്കെ നോക്കുന്നുണ്ട്. ആരെങ്കിലും ഉണ്ടോ പ്രിയ അകത്ത് താമസം? നമുക്ക് ഇങ്ങനത്തെ ഒരു വീട് മതിയാ, അതാണെങ്കിൽ നമുക്ക് വേഗം പണിയാ. പ്രിയ, ഇത് ഗസ്റ്റ് ഹൗസ് ആണ്. മെയിൻ ഹൗസ് അപ്പുറത്താ ലെഫ്റ്റ് സൈഡില്. ഇത് ഗസ്റ്റ് ഹൗസ്. പണ്ട് ഗസ്റ്റ് ആയിട്ട് ഫാമിലി ആയിട്ട് നമ്മൾ വരുവാണെങ്കിൽ ആണുങ്ങളെ വെളിയിൽ താമസിച്ചിട്ട് പെണ്ണുങ്ങളെ മാത്രം വീടിനകത്ത് കയറ്റുന്നത്. അതെന്തൊരു സംഭവം അത്? അതെന്താ ഡാഡി അങ്ങനെ? ഡാഡി, ഇത്രയും സ്ഥലം ഇവിടെ ഇല്ലേ? ഇത് പാർക്കിംഗ് സ്പേസ് ആണ്. പക്ഷെ എന്ത് പാർക്ക് ചെയ്യാനാന്നറിയോ? എന്താ? ക്യാമലിനെ പാർക്ക് ചെയ്യാൻ വേണ്ടി അവര് ഫ്രണ്ടിൽ ഇത്ര സ്ഥലം വിടുന്നത്. അപ്പൊ ക്യാമലിൽ പാർക്ക് ചെയ്ത് വന്ന് നേരെ കൈ ഇവിടെ കഴുകിയിട്ട് വീട്ടിന്റെ അകത്തേക്ക് കയറും. പിന്നെ ഈ മതിലിനൊരു പ്രത്യേകത ഉണ്ട്. ഡെസേർട്ടിലൊക്കെ ഇങ്ങനെ മതിലാണ് ജയ്സൽമേറിലൊക്കെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഉണ്ട്. ഒന്ന് ലേഡീസിന് കാണാനായിട്ട്, പണ്ടത്തെ കാലത്ത് ലേഡീസിന് വെളിയിൽ അങ്ങനെ ഇറങ്ങാൻ പറ്റില്ലല്ലോ. സോ അതുകൊണ്ട് ഒന്ന്. രണ്ടാമത് സ്ട്രോങ് വിൻഡ്സ് അടിക്കുമ്പോൾ കാറ്റ് വരും. പക്ഷെ ഇങ്ങനെ ഹോൾസ് ഉള്ള കാരണം ഇതിൽ എയർ പാസ് ചെയ്യുന്നതുകൊണ്ട് മതിൽ പെട്ടെന്ന് പൊളിഞ്ഞു വീഴില്ല. അപ്പൊ അങ്ങനത്തെയൊക്കെ മൾട്ടി പേർപ്പസ് ആയിരുന്നു അന്ന് തൊട്ട്, പണ്ട് തൊട്ട്. അവൻ മറ്റേ ഫർണിഷിങ്, അവൻ ചോദിച്ച റൂം ടൂർ വല്ല ആയിരിക്കും. ഇത് ആക്ച്വലി എന്തല്ലോ ഒന്നുമില്ല അല്ലേ? ഒന്നുമില്ല. വേദന ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. കണ്ട കൈയൊക്കെ മലത്തി നടക്കുക. ഒന്നുമില്ല. അമ്മയ്ക്ക് റൂം ടൂർ ചെയ്യാൻ ഒന്നുമില്ല. ഡാഡി, ഇത് ആക്ച്വലി ഒരു വീടാണ്, ഒറ്റ വീടാ. പക്ഷെ എന്താണെന്നറിയോ, ഇത് നേരെ കാണുന്നത് മെയിൻ എന്താണ് അച്ഛൻ്റെ വീട്, ഇത് മൂത്ത മോൻ്റെ വീട്, ഇളയ മോൻ്റെ വീട്, ഇത് അവരുടെ ഒരു ചെറിയ ഫാക്ടറി, പിന്നെ അത് ഷോറൂം, പിന്നെ പ്രിയയുടെ സ്ഥലമുണ്ട്. ഓപ്പൺ ബാത്റൂം. അത് ഇത് അപ്പൊ ഇനി പണ്ടത് വലിയ ഇപ്പൊ നമ്മള് മനസ്സിലായല്ലോ, ഇപ്പൊ പോകുന്ന ഹോട്ടൽസ് ഓപ്പൺ ബാത്റൂം വലിയ കാര്യം. ഐഡിയ മോഷ്ടിച്ചതാ. അത് കിച്ചണും ഉണ്ട്. പിന്നെ അത് ലാസ്റ്റ് കാണിച്ചു തരാം. ഓപ്പൺ ബാത്റൂം. അയ്യോ, ഇതൊന്നും ഇല്ലല്ലോ. ഇത്രേ ഉള്ളു ഓപ്പൺ ബാത്റൂം. ഇവിടെ ബക്കറ്റിൽ കോരി കുളിക്കണം, അല്ലാതെ മറ്റേ റെയിൻ ഷവർ ഒന്നും ഇല്ല. വേദു അങ്ങനെ ഒന്നും ഇല്ല. വേദു എന്ത് ചെയ്യും? വേദു എത്ര നോക്കിയിട്ടൊന്നും കാണുന്നില്ല. ആൻഡ് ലാസ്റ്റ് ഇത് ഒരു നാച്ചുറൽ ഫ്രിഡ്ജാണ്. ഇത് കിച്ചൺ. ഇത് സംഭവല്ലേ, ഇത് ടെക്നോളജി ആറ്റ് ഇറ്റ്സ് ബെസ്റ്റ് ആണ് പഴയ രീതിയിൽ. ഇത് ഫ്രിഡ്ജാണ്. ഇതിൽ 80% മഡ്,
70% മഡ്, 20% കൗഡങ്, 10% ഗ്രാസ്. അപ്പോൾ അവർക്ക് ഒറ്റയടിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, കുറച്ച് ഉണ്ടാക്കി അത് സെറ്റായിട്ടാണ് ഫുൾ പണിയുന്നത്. കാരണം പൊളിഞ്ഞു വീഴും, സിമെന്റ് ഒന്നും ഇല്ലല്ലോ. പ്രത്യേകത എന്താണെന്ന് അറിയോ ഡാഡി? ഇതിന്റെ അടിയിൽ സ്റ്റാൻഡ് പോലെ അവർ പൊക്കി വെച്ചിരിക്കുക, കണ്ട? അപ്പൊ അടിയിൽ കൂടെ കാറ്റ് പാസ് ചെയ്യും, മനസ്സിലായോ? അപ്പൊ അടിയിൽ കൂടെ കാറ്റ് പാസ് ചെയ്യുമ്പോൾ എപ്പോഴും ഇറ്റ് ബി കോൾഡ്. അത് മാത്രമല്ല, ഇപ്പോഴും ഇതിന്റെ അകത്ത് മിൽക്ക് വെച്ച് കഴിഞ്ഞാൽ 3 ദിവസം ഇരിക്കുന്നു. പക്ഷെ തണുപ്പുണ്ടകത്ത്, നോക്ക് നമ്മുടെ വീട്ടിലൊക്കെ ഇത്രയും വലിയ ഫ്രിഡ്ജ് ആവശ്യം കേട്ടോ. സത്യമല്ലേ? എത്ര ഐസ്ക്രീം വെക്കാം അകത്ത് കേറി വെക്കോ? അപ്പൊ അത് അവര് കേറി സുഖമായിട്ട് ഇപ്പൊ വേദുവിനൊക്കെ കയറ്റി വിട്ടാൽ മതിയല്ലോ. വേദു അതിനകത്ത് ഐസ്ക്രീം ഉണ്ടെന്ന് എടുത്തോണ്ട് വരാൻ പറയാം. ഒന്നുമില്ല, ഫ്രിഡ്ജ് തുറന്നിട്ട് ഒന്നുമില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു രഥം കാണുന്നത്. ഫസ്റ്റ് ഓഫ് ആൾ ഇത് 100 years ഒറിജിനൽ രഥമാണ് രാജസ്ഥാനിലെ. ഇത് കണ്ട ഡബിൾ സ്റ്റോറീഡ് ആണ്. അകത്ത് ലേഡീസ് ഒക്കെ ഇരിക്കും, മുകളിൽ പ്രിൻസും രാജാക്കന്മാരൊക്കെ ഇരിക്കും. റോയൽ രഥമാണ് ഇത്. പക്ഷെ വലിക്കുന്നത് പ്രിയ മനുഷ്യരോ കുതിരയോ ഒട്ടകോ ഒന്നുമല്ല, ഇത് 2 ആന വേണം ഇത് വലിക്കാൻ. അത്രയും വലിയ സൈസാണ്. ഇത് ഡാഡിയുടെ മെയിൻ സ്ഥലമാണ്, ഹാൻഡിക്രാഫ്റ്റ് മ്യൂസിയം. പ്രിയ നമുക്കിത് ഈ ഹോസ് കൊണ്ടുപോകാൻ പറ്റുമോ? നന്നായി, അതുകൊണ്ട് ഞാൻ അങ്ങന്റെ സ്ഥലത്ത് തന്നെ വന്നത്. പ്രിയ ഈ ഹോസിനെ കൊണ്ടുപോയാലോ? ഇരിക്കുക, അടിയിൽ 4 വീല് പിടിപ്പിച്ചാൽ മതി. എനിക്ക് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്താ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എല്ലാ സ്റ്റേറ്റ്സിലെയും ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇത് ആക്ച്വലി ഗുജറാത്തിലെ ഗോവയുടെ ആർട്ടിസ്റ്റ് ആണ്, ഇത് മദ്രാസിലെ ആർട്ടിസ്റ്റ് ആണ്. സോ ഇവരുടെ ഒക്കെ കോൺടാക്ട് നമ്പർ നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അവർ ഇവിടുന്ന് തരും. സോ ഇവർ രാജസ്ഥാൻ മാത്രമല്ല പ്രൊമോട്ട് ചെയ്യുന്നത്, എല്ലാം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഈവൻ അത് കൊള്ളാല്ലേ പ്രിയ? ആ ഗേറ്റ്, മെയിൻ ഗേറ്റിന്റെ ബോർഡർ കണ്ടോ? നല്ല വർക്ക്. അതെ, ഈ വിൻഡോയിൽ നിങ്ങൾക്ക് കാണാം ഗ്ലാസും മണ്ണും കൂടെ ഉള്ളത്. അത് ഗുജറാത്തിലെയാണ്. നല്ല രസമുണ്ട്. അല്ല, അതൊക്കെ ബോക്ക് ഇതൊക്കെ കേരള. പ്രിയക്ക് ഇവിടെ ആ കൂടെ കോപ്പി അടിക്കാൻ പറ്റിയൊരു ഐഡിയ. പൈസ ഉണ്ടെങ്കിൽ വാങ്ങിക്കോ, പൈസ അല്ല വിൽക്കണമെങ്കിൽ അവര് വിൽക്കുമെങ്കിൽ വാങ്ങിയാനെ. എന്താന്നറിയോ, ഇത് മസാല ബോക്സ്, പണ്ടത്തെ മസാലകളൊക്കെ ഇടുന്ന. നല്ല രസമുണ്ടല്ലോ അടി. പ്രിയ രാജസ്ഥാനിൽ നിന്ന് ഗുജറാത്ത് എത്തി. ഇതാണ് ഗുജറാത്ത്. എന്തെളുപ്പം, ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എവിടെയൊക്കെ യാത്ര ചെയ്യായിരുന്നു. ഡാഡി ഗുജറാത്ത് എത്തി. ആ, ഒറ്റ ദിവസമല്ല, ഒരു 2 മണിക്കൂർ മതിയല്ലോ. നോക്കട്ടെ ഗുജറാത്തിൽ എന്തുണ്ടെന്ന്. പക്ഷെ ഗുജറാത്ത് വെജിറ്റേറിയൻ സ്ഥലമായതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യമില്ല. ഓ, ഇതിന്റെ അകം നല്ല രസമുണ്ട് കണ്ട. ഇത് ഫുൾ ഗ്ലാസ് വർക്കും വൈറ്റ് മഡ് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഭയങ്കര രസമുണ്ട്, ബ്രേക്ക് ഇഷ്ടപ്പെടും. നമുക്ക് കണ്ട പഴയ രീതിയിൽ തന്നെ ഇപ്പോഴും ശരിക്കും പോവാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് പറ്റില്ലായിരിക്കും. ഇത് പഴയ ഫ്രിഡ്ജാണ്, നമ്മൾ അവിടെ കണ്ടത് പോലെ ഇവിടുത്തെ ഗുജറാത്തിലെ പഴയ ഫ്രിഡ്ജ് ഇതാണ്. പക്ഷെ കണ്ട ചെറിയ ഫ്രിഡ്ജാണ്, ഇവർക്ക് സ്പേസ് കുറവായതുകൊണ്ട്. ഇത് പക്ഷേ റൈസ് സ്റ്റോറേജ് ബോക്സ് ആണ്. മേളിൽ കൂടെ റൈസ് ഇടും, സൈഡിൽ കൂടെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുക്കാം. പക്ഷെ ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് അറിയോ? 4 to 5 years വരെ റൈസ് കുക്ക്ഡല്ല, റോ റൈസ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കേടാവില്ല. കാരണം ഇത് കൗഡങ്ങും നീമൊക്കെ വെച്ച് ഉണ്ടാക്കിയിരിക്കുകയാണ്. സോ വെറുതെ ഇപ്പോൾ ഈ പെസ്റ്റിസൈഡ്സിനൊക്കെ ഒരു ആവശ്യമില്ല. ഇങ്ങനത്തെ ഒരു സാധനം നമുക്ക് ഉണ്ടെങ്കിൽ 4-5 വർഷം വരെ, കാരണം അന്ന് അവർക്ക് ചിലപ്പോൾ ഡ്രൗട്ട്സും അങ്ങനത്തെയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് 4-5 വർഷം വരെ റൈസ് സ്റ്റോർ ചെയ്യാം സേഫ്ലി. ഒരു മറ്റേ ഇൻസെക്ട്സ് ഒന്നും വരില്ല. പിന്നെ ഗ്യാരണ്ടി തരുന്നത് गारंटी मेरे घर पे था, पक्का विश्वास है, क्योंकि ऐसा मिट्टी का कोटी मेरे घर पे था, इसलिए मुझे गारंटी से बोल सकता है. ശരിക്കും ഇവിടെ ആയിരുന്നു. ഇത് ആംപി തിയേറ്റർ പോലെയാണ്. ഇത് ഇവിടെ കുറെ പെർഫോമൻസ്, എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ള ഡാൻസും പാട്ടും ബഹളും ഒക്കെയാണ്, എസ്പെഷ്യലി ഡിസംബറിൽ. പക്ഷെ കൊറോണ കാരണം ഒന്നുമില്ല, ഇറ്റ്സ് ടോട്ടലി ഡിസേർട്ടഡ്. എന്ത് വിഷമമല്ലേ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ. ആ ഹായ് പ്രിയ, ഗോവ എത്തി. പ്രിയ അങ്ങോട്ടാന്നോട്ടെ, വെറുതെ അല്ല ഇങ്ങോട്ട് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കാത്ത. ഇത് ഗോവയുടെ പോട്ടറി മേക്കേഴ്സിന്റെ ആണ്. പക്ഷെ ഇതിപ്പോ ലോക്കാണ്, അകം കയറാൻ പറ്റില്ല. കണ്ടോ, ഒരു സ്റ്റേറ്റ് അനുസരിച്ച് അതിന്റെ കൺസ്ട്രക്ഷനും കളറൊക്കെ മാറുന്നത്. ഇത് ഗോവയിലെ ലോക്കൽ സ്റ്റോൺ ആണ് പറയുന്നത്. ഇത് പക്ഷെ ഗോവയുടെ ബ്രാഹ്മിൻസിന്റെ വീടായിരുന്നു. എടി ഇവിടെയും പ്രിയക്ക് സാധനം കിട്ടി. ഇതെന്ന് ഇങ്ങനെയാണ് ഇങ്ങനെ വരുന്നത്. നമ്മളൊരു ഇത് എന്താ മറ്റേ ഒരു ട്രഡീഷണൽ വില്ലേജിലാണ് വരുന്നത്. പക്ഷെ അവിടെയും ദേ ഷോപ്പിംഗ്. പ്രിയ അതേ പറയുള്ളൂ, കേരളത്തിൽ കിട്ടില്ലല്ലോ എന്ന്, അല്ലെങ്കിൽ ഇവിടെ വരുമ്പോഴല്ലേ ഇതൊക്കെ പറ്റുള്ളൂ എന്ന്. ഈ 2 ഡയലോഗ് എനിക്ക് തോന്നി ഇവിടെ വില കൂടുതലായിരിക്കും. വലിയ കുഴപ്പമില്ലെന്നേ ഉള്ളൂ. വേണ്ട, നമ്മള് ജയ്പൂരിലൊക്കെ തന്നെയാ ബെറ്റർ. അത് നല്ല സ്വഭാവമാണ് വേദുവേ.
റഫ് ടെറൈൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ സ്ലിപ്പറി ഒക്കെ വന്നു കഴിഞ്ഞാൽ അപ്പം നിന്നോളും, ഓടി വീഴത്തില്ല. ഷോപ്പിംഗ്. വേദു അമ്മ ഷോപ്പിംഗ്. ആ പ്രിയ നല്ല ഡിസൈൻസ് ഒക്കെ കണ്ടുകൊണ്ട് ഐഡിയ മോഷ്ടിക്കാൻ വേണ്ടി കേറി പോകുന്നുണ്ട്. ഇത് എന്താന്നറിയോ ഇങ്ങനെ പെയിന്റ് ചെയ്യുന്നത്? പോസിറ്റീവ് എനർജി കേറാനാണ് ഇവരിങ്ങനെ മതിലില് പെയിന്റ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. ഹോസ്. ഓ ഇത് ഹോസ് കൊള്ളാല്ലേ? നല്ല അത് എനിക്കൊന്ന് കേറുമ്പോ തന്നെ ഈ കളേഴ്സും ഹോസും എല്ലാം ഒരു പോസിറ്റീവ് ഇമേജസ് അല്ലേ? എനർജി ഫീൽ. ഇത് പുതിയതാ, ഇപ്പൊ പണി നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലോ. നോക്ക്, നാഗാലാൻഡിലെ വീട്. നാഗാലാൻഡിന്റെ लेकिन नागालैंड में इतना बड़ा होता है? इतना बड़ा सर, मैं तो नागालैंड कभी गया नहीं है, वो आर्टिस्ट आते हैं के लिए. അപ്പൊ നമുക്ക് അറിയില്ലാന്ന് അവര് പറയുന്നത് നാഗാലാൻഡിൽ ഇങ്ങനത്തെ ഒക്കെ വലിയ വീട് ഉണ്ടാവാറുണ്ടെന്നാണ്. सर की हवेली है. ഓ എന്തൊരു വലിയ വീടാ. അപ്പൊ അത് കൊള്ളാലോ. ये किधर का है? ये सर अपने गुजरात की हवेली है, अहमदाबाद जो है ना, गुजरात का ക്യൂട്ട് ആയിട്ടില്ലേ? अहमदाबाद का जो हवेली है, अहमदाबाद में. ആ ഒരു വീട്, ഗുജറാത്തിലെ വീട് എങ്ങനെയുണ്ട്? അതല്ലേ ആ നല്ല ഭംഗി കാണാം. ഒറ്റ സെന്റ് മതി അത് പണിയാൻ. അത് നല്ല ഐഡിയ അല്ലേ? വീട്ടിലെ നാട്ടിലൊക്കെ കൊണ്ടുപോയി പണിയാൻ. ഒറ്റ സെന്റിൽ പണിയുന്ന വീടാന്ന് തോന്നുന്നു. ഒറ്റ സെന്റിന് ഇങ്ങനെ ഭംഗിയായിട്ടും പണിയാം. പ്രിയ ഐഡിയാസ് ഒക്കെ നോട്ട് ചെയ്തോട്ടാ. പ്രിയ ഗോവയിൽ നിന്ന് മഹാരാഷ്ട്ര എത്തിയേട്ടാ. ഇത് മഹാരാഷ്ട്രയുടെ ലെതർ വർക്ക് ഒക്കെ ചെയ്യുന്നവരുടെ വീടായിരുന്നു ഡാഡി. സാമ്പിള് ചെറിയ വീട്, ചെറിയ ചെറിയ വീടാ എല്ലാം. പക്ഷെ മണ്ണും കൗടങ്ങും വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാ വീടും. ഏത് സ്റ്റേറ്റിൽ പോയാലും സ്ട്രോങ് ആണ്. സ്ട്രോങ് മാത്രമല്ല, ഈ വെതറിന് നല്ല തണുപ്പായിരിക്കും അകത്ത്. ഇത് നാഗാലാൻഡ്. ഇത് നാഗാലാൻഡ്. ഇത് പുതിയതാണ്, ഇപ്പൊ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നാഗാലാൻഡിലെ ആർട്ടിസ്റ്റ് കൊണ്ട് പണിതതാ. കൊറോണ കാരണം ഇപ്പൊ നിന്നുപോയി. അപ്പൊ അതെ പ്രിയ പെയിന്റിങ് കണ്ട് പോയിട്ടുണ്ട് അടുത്ത മോഷ്ടിക്കാനായിട്ട്. ആ പണ്ടത്തെ ആൾക്കാര് റൈസ് പേസ്റ്റ് ആക്കിയിട്ട് അത് അരച്ച് നന്നായിട്ട് അരച്ച് അതില് പാലും കൂടെ മിക്സ് ചെയ്ത് വൈറ്റ്നസിന് വേണ്ടി. വൈറ്റ്നസിന് അങ്ങനെ പെയിന്റ് ചെയ്ത്. ആ വൈറ്റ് ഒക്കെ അങ്ങനെ ഉപയോഗിക്കുന്നത്. മറ്റേ ആ റെഡ് ഇല്ലേ, അതൊരു ടൈപ്പ് മഡാണ്. देख सकते हैं പ്രിയ വിൻഡോ ഷോപ്പിംഗ്. പക്ഷെ ടയേർഡ് ആയല്ലോ ഷോപ്പിംഗ് ചെയ്തത്, മതിയായില്ലേ? അത് മാത്രമല്ല ഇതേ ഇവിടെയൊക്കെ ഡാഡി ഷോപ്പിങ്ങും ഇവിടെ ഡാൻസ് കണ്ടുകൊണ്ട് ഷോപ്പ് ചെയ്യായിരുന്നു. നല്ല സ്ഥലമായിരുന്നു ഡാഡി. നമ്മള് വന്നത് കറക്റ്റ് ടൈമുവാ. ഒരുപാട് ഷോപ്സ് ഉണ്ട്. ഒരുപാട് ഷോപ്പ് എല്ലാം അടച്ചിരിക്കും. എന്തൊരു വിഷമം തോന്നുന്നു ഇതൊക്കെ കണ്ടിട്ട്. വാങ്ങാൻ പറ്റാത്തതിന്റെ അല്ല കേട്ടാ, ഇവരുടെ സിറ്റുവേഷൻ ആലോചിച്ചിട്ടാ. ഓ പ്രിയ ഇരുന്നു. ഞാൻ ഒരു സെക്കൻഡ് ക്യാമറ ഓൺ ചെയ്യാൻ വേണ്ടി തിരിഞ്ഞപ്പോഴേക്കും പ്രിയ ഇരുന്നു. വിശന്ന് എന്നായിട്ട് വഴക്കടിക്കുമായിരുന്നു. വിശക്കുന്നു പറഞ്ഞിട്ട് ഇപ്പൊ ഒരു വിശപ്പും ഇല്ല. ഇതേ അച്ഛൻ മോള് മാത്രമല്ല കേട്ടാ, അച്ഛൻ്റെ ഇൻട്രസ്റ്റ് സ്ഥലത്ത് പോയി ഇരിക്കുവാണ്. ഇവര് കുടുംബത്തോടെ എങ്ങനെയാന്ന് തോന്നുന്നു കേട്ടോ. ഷോപ്പിംഗ് അഡിക്ട്സ്, ഷോപ്പിംഗ് ലവേഴ്സ്. ഡാഡി എന്താ നോക്കുന്നത്? ഡോള് നോക്കിയതാണ്, മറ്റേ രാജാവ് റാണിയില്ല. ഓ നല്ല രസമുണ്ടല്ലോ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചുകൊണ്ട് പോയുണ്ടല്ലോ പ്രിയ. നമ്മുടെ ഫീമെയിൽ വ്യൂവേഴ്സ് ഉണ്ടല്ലോ, ഏതെങ്കിലുമൊക്കെ എനിക്ക് സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്ത് അയക്കും ഇൻസ്റ്റാഗ്രാമിൽ. നിങ്ങൾ ഇത് വാങ്ങിയോ എന്നൊക്കെ ചോദിച്ച് നോക്കട്ടെ. എനിക്കറിയില്ല, ഡാഡിനോട് ചോദിച്ചു. ഡാഡിയെ കുറച്ചും കൂടെ ബെറ്റർ ഇതിലൊക്കെ. പ്രിയത അത് കണ്ട് വായിക്കാൻ പോയതാ. മാർബിളാ പ്രിയ, ഫുൾ സിംഗിൾ ബ്ലോക്ക് ഓഫ് മാർബിൾ. ആ പ്രിയ അല്ല പ്രിയാന്ന്. പിയാനോ, ഹാർമോണിയം എല്ലാം ഉണ്ട്. ഹാർമോണിയം എല്ലാം മാർബിളില. എന്താ അല്ലേ പ്രിയ? വേദുവിന് ഞാൻ ക്യാമലും ആനയും വാങ്ങി ഒരു 10-20 എണ്ണം ആയിട്ടുണ്ട്. അത് തന്നെ 1 കിലോ വരും തോന്നുന്നു നാട്ടിൽ പോകുമ്പോൾ. എന്നാ പിടിച്ചോ. ഏത് കടയിൽ പോലെ ഹോസ് അല്ലെങ്കിൽ ക്യാമൽ അല്ലെങ്കിൽ ആന, ഇത് 3 എന്തെങ്കിലും വാങ്ങാതെ വേദുവിന് ഒരു സമാധാനം ഇല്ല. ഒരു 10 ആനയും ഒരു 8 ക്യാമലും ഒരു 4 ഹോസും ആയിട്ടുണ്ട് ഡാഡി. ഏത് കടയിൽ പോലും വേദുവിന് വേണം ക്യാമലും ഹോസും. അല്ല ക്യാമലും ആനയും ഹോസും. ടോയ്സ് മറ്റേ ഇതൊന്നും വേണ്ട. അവന് കാറും ജീപ്പും ബോളൊന്നും അധികം വേണ്ട. ഇതാണ് ഏറ്റവും ഇഷ്ടം. ആനിമൽ ലവറാ വേദു. ബാ പോവാം. ഒരെണ്ണം തരുള്ളൂ. ആ ഗുഡ് ബൈ. അത് തിരിച്ചു കൊടുക്കണം. ഇപ്പൊ കരയും കണ്ട, അതിൽ തന്നെയാണ് നോട്ടം. ഉദയ്പൂരിൽ വന്നിട്ട് ലേക്ക് സൈഡ് ഡൈനിങ് ചെയ്തില്ലെങ്കിൽ വളരെ മോശമാണ്. അതുകൊണ്ട് ഏറ്റവും ലേക്ക് പിച്ചോള ഭയങ്കര ക്രൗഡഡ് ആണ്. പക്ഷേ ലേക്ക് ഫത്തേ സാഗറിൻ്റെ ഇതാണ് ലേക്ക്. അത് തൊട്ട് ഏറ്റവും അടുത്തുള്ള റെസ്റ്റോറൻറ്റ്. നല്ല അടിപൊളി ലഞ്ചായിരിക്കും ഇന്ന്. അത് നല്ല റെസ്റ്റോറൻ്റ് ആണ് ശരിക്കും. ഇവിടെ ഒന്നും ഒരിക്കലും സീറ്റ് കിട്ടില്ല. ഇപ്പോൾ ഭാഗ്യത്തിന് അധികം തിരക്കില്ല, ഇവിടെയുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാൻ വീണ്ടും പറയാണ്, രാജസ്ഥാൻ ആൻഡ് ഓപ്പൺ ഡൈനിങ് അല്ലെങ്കിൽ ടെറസ് ഡൈനിങ്, ബാൽക്കണി ഡൈനിങ്, ഇറ്റ്സ് ബീൻ അൺബിലീവബിൾ. വന്നു നമ്മുടെ സാധനം വന്നു. സമ്മതിക്കില്ല, ഹെൽത്തിയായി കഴിക്കാൻ സമ്മതിക്കില്ല. അല്ലെങ്കിൽ എന്ത് ഹെൽത്തി ഇവിടെയൊക്കെ വന്നിട്ട്. പപ്പടത്തിൻ്റെ കൂടെ പുതിന ചട്നി. പ്രിയ പിന്നക്കൊള്ളാടെ ഉണ്ട്.
ഇവിടെ ഇവിടെയോ? അത് കൊള്ളാലോ. കുടിച്ചു കുറേ ഓർഡർ ചെയ്യാം. പ്രിയയുടെ ഫേവറേറ്റ് ഡ്രിങ്ക് പിനക്കൊളാടയാണ്. വേൾഡിലെ ഫേവറേറ്റ് ഡ്രിങ്ക് പ്രിയയുടെ പിനക്കൊളാടയാണ്. വെർജിൻ പിനക്കൊളാട. അപ്പോ നോക്കാം ഇവിടത്തൊക്കെ എങ്ങനെ ഇരിക്കുന്ന അറിയില്ല. ഒരെണ്ണം ഓർഡർ ചെയ്യാം. ഡാഡി പപ്പടം കഴിക്കുക. ഡാഡി ഇനിയില്ലല്ലോ, ഇനി ജയ്സൽമേറിൽ മാത്രം കിട്ടുള്ളൂ. ഇല്ല, ഉള്ളിയും ജയ്സൽമേർ. ദില്ലുവിനെ കഴിപ്പിക്കണം. ഞാൻ കഴിച്ചില്ലേ, ഈ ദില്ലുവിന്റെ റിയാക്ഷൻ കാണണ്ടേ എല്ലാവർക്കും? കാണേണ്ടവര് കമന്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഞങ്ങള് പ്രിയയുടെ പിന്നക്കൊളാട വന്നു. പക്ഷെ ഞാൻ ലോകത്ത് ആദ്യമായിട്ടാണ് പ്രിയ. ഇതെന്തായാലും അടിപൊളിയായിരിക്കില്ല. ഓറഞ്ച് കളർ പിന്നക്കൊളാട കുഴപ്പമില്ല. ഇവിടെയൊക്കെ ഇത്രയും ഇവിടെയൊക്കെ രാജസ്ഥാനി ഫുഡ് അല്ലെങ്കിൽ നമ്മുടെ ട്രഡീഷണൽ ഫുഡ് ഓർഡർ ചെയ്തിട്ട് കാര്യമുള്ളൂ. ഇതൊരു മിൽക്ക് ഷേക്ക് പോലെ ആയിരിക്കും തോന്നുന്നു. പിന്നെ പൈനാപ്പിളിന്റെ ടേസ്റ്റ് പോലെ ഉണ്ടോ? അപ്പൊ കളറിന് ഒരു പ്രശ്നം ഇല്ല അല്ലേ? ഇന്ന് കിട്ടില്ല ചിക്കൻ ടിക്ക വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇവിടെ ഓർഡർ ചെയ്യേണ്ടത്. പിന്നക്കൊളോടൊക്കെ ഓർഡർ ചെയ്താൽ വേറെ എന്തെങ്കിലും കിട്ടും. ആ സമയത്ത് ഇങ്ങനത്തെ ഒക്കെ സാധനം ഓർഡർ ചെയ്താൽ ഒരു രക്ഷയും കാണില്ല. പ്രിയയ്ക്ക് വന്ന 3 എനിക്ക് ഒരെണ്ണം വെച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇങ്ങർക്ക് എന്നെ അറിയില്ലാന്ന് തോന്നുന്നു അല്ലേ? എന്റെ സ്വഭാവം അറിയില്ല. അല്ല, അങ്ങേര് ബോഡി കണ്ടിട്ടേ ഇത്രയൊക്കെ കഴിച്ചാ മതി. എന്റെ ബോഡി കണ്ടിട്ടേ മട്ടൻ ബിരിയാണി ഒക്കെ അത് പിന്നെ കഴിക്കാം. മട്ടൻ ബിരിയാണി ഞാൻ കഴിച്ചിട്ടില്ല. പക്ഷെ ടിക്ക കാണുമ്പോ അറിയാം മെൽറ്റ് ഇൻ യുവർ മൗത്ത് ആയിരിക്കും. ഡാഡി എങ്ങനെയുണ്ട് ടിക്ക? നല്ലപോലെ വെന്തിട്ടുണ്ട്. ഭയങ്കര സോഫ്റ്റ് അല്ലേ? കണ്ണമ്പളെ അറിയാം. തൈരിന്റെ ഒക്കെ കട്ടി വെക്കുക ഇവിടെ. മിൽക്കിന്റെ സ്ഥലം അല്ലേ? എനിക്കൊന്ന് ഒട്ടകത്തിന്റെ ഒക്കെ മിൽക്ക് ആയിരിക്കും ചിലപ്പോ. അല്ല ടൈം വെറുതെ അറിയാം. പക്ഷെ ഒട്ടകത്തിന്റെ മിൽക്ക് ഞാൻ കുടിച്ചിട്ടുണ്ട് കുവൈറ്റി വെച്ച്. എങ്ങനെയുണ്ട് പ്രിയ ടിക്ക? കഴിച്ചില്ല, കൊതിയായിട്ട് വയ്യ അല്ലേ? വിശന്നിരിക്കുക. എല്ലാ ദിവസവും ഇപ്പൊ നമ്മള് സമയം 3:30 ആവുന്നുണ്ട് ലഞ്ച് കഴിക്കുമ്പോൾ. എനിക്ക് കൊതിയായിട്ട് വയ്യ. ഞാനത് നോക്കട്ടെ. രാജസ്ഥാൻ വന്നു കഴിഞ്ഞാൽ ഒരു നോൺ വെജ് ലവേഴ്സ് ആണെങ്കിൽ എൻ്റെ ഒരു ടിപ്പ്, ചിക്കൻ ഓർഡർ ചെയ്യുന്നതിനും കാട്ടി ബെറ്റർ ഇവിടുത്തെ മട്ടനാണ്. വേറെ ലെവലാണ്. കാരണം ക്വാളിറ്റി ഓഫ് ദ മീറ്റ് ഇസ് ഓൾസോ റിയലി ഗുഡ്, കുക്ക് ഇസ് ഓൾസോ റിയലി ഗുഡ്. അവിടെ മട്ടൻ കറി ഇസ് ഓൾസോ റിയലി ഗുഡ്. എല്ലാം മട്ടൻ്റെ അടിപൊളി. ഇത് മട്ടൻ്റെ പീസാണ്. എൻ്റെ കൈ വെച്ച് തന്നെ തൊട്ട് കഴിഞ്ഞാൽ എല്ലാം പൊളിഞ്ഞു വരും. ബിരിയാണി ഇസ് റിയലി ഗുഡ്. അത് നിങ്ങൾ ചോദിക്കും എന്തിനാ വേദുന് ഇത്ര ആനയും ഒട്ടകമെന്നും? ഇത് രണ്ടുമാണ് ഡാഡിയുടെയും വേദുവിന്റെയും പണി. ഇടികൂടി യുദ്ധമാണ്. വേദുവും വേദുവിന്റെ ആനയും ഡാഡിയുടെ ക്യാമലും ഭയങ്കര അടിയാണ്. അങ്ങനെ ഏതെങ്കിലും ഒക്കെ പൊട്ടും. അതുകൊണ്ട് സ്ഥിരം പുതിയത് വാങ്ങിക്കൊണ്ടിരിക്കും. ഡാഡി എവിടെയാ വന്നിരിക്കുന്ന വല്ല ഐഡിയ ഉണ്ടോ? ഫ്രീക്ക് ഐഡിയ ഉണ്ടോ? ഗാർഡൻ എന്തോ ആണ്. ഓക്കെ, ഇത് എന്താണെന്നറിയോ? വളരെ സിമ്പിളാണ്. രാജാവ് റാണിക്ക് വേണ്ടി എൻജോയ് ചെയ്യാൻ വേണ്ടി റിലാക്സ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സഹേലിയോൻ കാ ബാരി എന്ന് പറഞ്ഞ സ്ഥലമാണ്. റാണിക്ക് 48 മെയ്ഡ്സ് ആയിരുന്നു. അവർക്ക് 48 മെയ്ഡ്സ്. പഴയ രാജ്ഞികൾക്ക് മെയ്ഡ്സ് ഇല്ലേ? എന്തൊരു പാടല്ലേ? അതെ, 8 മെയ്ഡ്സ്. അവർക്ക് ഇവിടെ വന്ന് രാജാവിന്റെ അവിടുത്തെ ഇന്റൻസ് ടോക്കും പൊളിറ്റിക്സ് ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ റാണിമാർക്കും അവരുടെ മെയ്ഡ്സിനും വന്ന് റാണിമാർക്കല്ല, റാണിക്കും മെയ്ഡ്സും വന്ന് എൻജോയ് ചില്ലിയാൻ. ഇറ്റ്സ് ആക്ച്വലി ചിൽ പ്ലേസ്. വേറെ ഒന്നുമില്ല, ഹിസ്റ്ററി വേറെ ഒന്നുമില്ല. അതിനു വേണ്ടി ഉണ്ടാക്കിയൊരു എഫേർട്ട് നമുക്ക് കാണാം. അപ്പോൾ പ്രിയ, പൊതുവെ ഒരു ഫെമിനിൻ ടച്ച് ആയിരിക്കും ഇത്. നമ്മൾ ഇതുവരെ കണ്ടാക്ക ഒരു മെയിൽ അല്ലെങ്കിൽ ഒരു റോയൽ അങ്ങനത്തെ സംഭവമല്ല. ഇതൊരു ഫെമിനിൻ ടച്ച് ആയിരിക്കും മൊത്തം. എങ്ങനെയുണ്ട് പ്രിയ? അന്നത്തെ സ്വിമ്മിംഗ് പൂളൊക്കെ ആയിരിക്കും. അത് നോക്ക്, ബോഗൻവില്ലയൊക്കെ ശരിക്കും ഒരു ഫെമിനിൻ പ്ലേസ് പോലെ തന്നെയുണ്ടല്ലേ? അവിടെ പോയി ഒരു ഫോട്ടോ എടുക്കാം. നല്ല സ്ഥലമാണെന്ന് തോന്നുന്നു. ഡാഡി എങ്ങനെയുണ്ട് ബോഗൻവില്ലയൊക്കെ? ഡാഡിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗാർഡനിങ്ങും ചെടികളും എല്ലാം. ഭയങ്കര ക്രേസാ. എൻ്റെ സ്പേസ് എന്തിനാണ് ഈ 48+1 49 പേർക്ക് ഡാൻസ് കളിക്കാനും എൻജോയ് ചെയ്യുന്നത്? എന്തിനാ ഇത്രയും സ്ഥലം? കള്ളനും പോലീസും കളിക്കാനായിരിക്കുന്നത്. റാണി ഓടും, ബാക്കിയുള്ള മറ്റേ ദാസിമാർ പുറകെ ഓടും. ഇത്ര സ്ഥലം കൊടുത്തായിരിക്കും പിടിക്കാൻ വേണ്ടി മറ്റവരും പോകും. ഇപ്പൊ വേദുവാണ് ഓടുന്നത്. വേദു നിക്കവിടെ. ഇവിടെ ലെഫ്റ്റ് എടുക്ക്. ഡയറക്ഷൻ ഒന്നും ഇല്ലാതെ പോവല്ലേ. ഇതെന്താ ഹിന്ദിയിൽ എഴുതിയിരിക്കുന്നത്? എനിക്ക് ഹിന്ദി വായിക്കാൻ അറിയില്ല. ഇത് സാവൻ ബാന്തോന്ന്. എനിക്കൊന്ന് ഇതൊക്കെ ഓരോ ഗാർഡന്റെ പേരായിരിക്കും.
ഗ്രീനറി. ഡാഡി ഫൗണ്ടൻസ് ഒക്കെ അന്നേ ഉള്ളതാന്ന്. അതെ. ആ എന്തൊരു ഭംഗിയല്ലേ. ഡാഡി ഇതുപോലെ ചെയ്യാൻ പറ്റിയാ ചെയ്യോ വീട്ടില്? ഇത്രയും സ്ഥലം ആര് വെള്ളം നനയ്ക്കും? അതെ, അതാണ് ഏറ്റവും വലിയ ചലഞ്ച്. ഇപ്പൊ ഡാഡിയുടെ വീട്ടിലുള്ള ചെടിക്ക് വെള്ളം നനയ്ക്കാനേ പാടാ. എന്തൊരു രസമായിരിക്കും. ഇവിടെയൊക്കെ റാണിമാരിരുന്ന് എന്തൊക്കെ സംസാരിച്ചാണ് പറയാ. എന്ത് ലൈഫായിരുന്നു അല്ലേ. ഓ ഡാഡി ഗാർഡൻ മാത്രല്ല ലോണൊക്കെ ഉണ്ട്. ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണ്ടേ? ആ പുല്ലൊക്കെ വളരുന്തോറും അത് കട്ട് ചെയ്യണം, എത്ര മെയിൻ വെള്ളം ഒഴിക്കണം. അന്നത്തെ ലൈഫ് അങ്ങനെയാണ് ഡാഡി. കട്ട് ചെയ്ത് ലെവലാക്കണം. എല്ലാത്തിനും ആൾക്കാരുണ്ടല്ലോ. ഇതൊക്കെ ആയിരുന്നല്ലോ അന്നത്തെ ജോബ് മെയിൻ. ഓ ഇത് നോക്ക്, ലില്ലീസ് ആണ് ഇത്. ഡാഡി നോക്ക് ഡാഡി, ഇത് എത്ര ഗാർഡൻ ആയിരുന്നു. എത്ര അത് നോക്ക്, ആനയുടെ തുമ്പിക്കൈന്നാണ് വെള്ളം വീഴുന്നത്. അതുകൊണ്ട് ഡാഡി ആനയുടെ തുമ്പിക്കായിന്നാ വെള്ളം വീഴുന്നത്. അതൊക്കെ അന്ന് എങ്ങനെയായിരുന്നു. കണ്ടാ ആനയുടെ തുമ്പിക്കായ്ക്ക. ആ വെള്ളം വീഴുന്നത്. അയ്യോ ഇതെന്തായാലും ഇഷ്ടപ്പെട്ടു. ആനയുടെ തുമ്പിക്കായുടെ അകത്തുനിന്ന് വെള്ളം വരുന്നത് അടിപൊളിയായിട്ടുണ്ട്. ഇതെന്തിനായിരിക്കും? എനിക്ക് എന്റെ അഭിപ്രായത്തിൽ ഞാനായിരുന്നെങ്കിൽ റാണി ഇവിടെ ഇരുന്ന് കോഫി കുടിച്ചേനെ, കോഫിയും പഴംപൊരിയും. അതിന്റെ ഇടയ്ക്ക് ഇവിടെ ഈ ഒരു വ്യൂവിലും. അപ്പൊ എനിക്ക് തോന്നുന്നു റാണിക്കും ചിലപ്പോ ഇവിടെ കോഫി പോയിന്റ് ആയിരിക്കും ഇത്. ടീയോ കോഫി ഒക്കെ കുടിക്കാനുള്ള പോയിന്റ്. ഇവിടെ ഒന്നും എഴുതി വെച്ചിട്ടില്ല, അതുകൊണ്ട് ഒരു ഐഡിയ ഇല്ല. നമുക്ക് അങ്ങനെ സങ്കല്പിക്കാം, നമുക്ക് എന്ത് വേണമെങ്കിലും സങ്കല്പിക്കാമല്ലോ. ആ ചെയർ എന്തിനായിരിക്കും അവിടെ ഇട്ടിരിക്കുന്നത്? റിലാക്സേഷന് വേണ്ടി വന്നിരിക്കാനാണ് വൈഫ്. പ്രിയ കോഫി കുടിക്കാനാണ്. ഒന്നുമില്ല, കോഫി കുടിക്കാണ്ട് ഒരു ടേബിൾ ടീപ്പോയി. ഡാഡി ഒരു ടീപ്പായി മിസ് ആയതുകൊണ്ട് കോഫി കുടിക്കാനുള്ള സ്ഥലമല്ല അത്. എന്തൊരു ഹാപ്പി വേദോ. നമുക്ക് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ ഇതുപോലെ ഗാർഡൻ ചെയ്യാം കേട്ടാ. ഓടി നടക്കാൻ സ്ഥലമില്ല, അതാണ് ഇങ്ങനെ കിടന്ന് ഫ്രസ്ട്രേറ്റഡ് ആവുന്നത്. വരുമ്പോ ഇത്ര ഹാപ്പിനെസ്. ആ ഡാഡി നോക്ക് ഡാഡി, ഈ ഗാർഡൻ ഇങ്ങോട്ട് വന്ന് നോക്ക്. ഈ ഒരു ഏരിയ നോക്ക്, ഇത് ഭയങ്കര വലിയ ഏരിയ, കഴിഞ്ഞിട്ടില്ല ഗാർഡൻ. നോക്ക് ബാ. എങ്ങനെയുണ്ട്? ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണല്ല. ഗാർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടികൾ മാത്രമല്ല, മീൻ ഫ്ലവേഴ്സ് മാത്രമല്ല, മരങ്ങളും എല്ലാം ഉണ്ടല്ലോ. ഗ്രാസ് ഉണ്ട്, മരങ്ങളുണ്ട് അല്ലേ. ഏത് ഓട്ടം നിർത്തുന്നത് എനിക്കൊന്നും. ഇവിടെ ഇങ്ങനെ ഓരോ പാത്ത് വേസിൽ കൂടെ പോയിട്ട് എല്ലായിടത്തും അവസാനിക്കുന്ന ഫൗണ്ടൻസിലല്ലേ. അതൊരു ശരിക്കും ഫോറസ്റ്റ് പോലെയുണ്ട് പ്രിയ. എന്തൊരു ഭംഗിയത്. ഇവിടെ ആണെങ്കിൽ കുറച്ച് നേരം ബെഞ്ചിൽ പോയി ഇരിക്കാം. വാ. ഇതൊക്കെ ആരും ഇല്ല പ്രിയ. ഞാൻ ഇതിനൊക്കെ ഫോട്ടോസ് ഗൂഗിളിലൊക്കെ നോക്കിയുണ്ടല്ലോ, ഫുൾ റഷാണ്. ലുക്ക് അറ്റ് ദിസ്, ഇറ്റ്സ് എംപ്റ്റി. ആ ഡാഡി വന്നിരിക്കാൻ വേദുവിന്റെ കൂടെ ബാ. ഓടിക്കോ വേദു, എത്ര വേണമെങ്കിലും ഓടിക്കോ. ആദ്യമായിട്ടാണ് ഇത് ഇങ്ങനെ ലോണിലൊക്കെ നടക്കാൻ തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ലോണിൽ കിടന്ന് ഓടുന്നത്. ബാ നമുക്ക് അവിടെ ഇരിക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു ഗാർഡൻ ടൂറ്? റാണിമാരുടെ ഭാഗ്യമായിരുന്നില്ലേ? പിന്നെ ഇത്രയും വലിയ ഏരിയ ജസ്റ്റ് കളിക്കാൻ വേണ്ടി മാത്രം. റാണിക്ക് കുളിക്കാൻ വേണ്ടി എത്ര ഏക്കർ ഉണ്ടെന്നറിയോ? തീരുമാനിച്ചോ എന്ത്? എനിക്ക് വേണ്ടി എവിടെ കെട്ടാൻ പോണേ? എന്ത് ഈ സഹേരിയൊക്കെ ഭാഗോ? അതിനുവേണ്ടി 48 കൂട്ടുകാരില്ലല്ലോ. അങ്ങനത്തെ ഒരു ഗുണമുണ്ട് പ്രിയക്ക്. ആ കൂടെ 1-2 കൂട്ടുകാരേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഒരു പെട്ടിമുറി മതിയല്ലോ. വെരി നൈസ്. നോ ഫ്ലവേഴ്സും ഗാർഡൻസ് നമ്മൾ ആദ്യമായിട്ടല്ല അങ്ങനത്തെ ഒരു റാണിമാർക്ക് വേണ്ടി കളിക്കാൻ പറ്റിയ ഒരു പാർക്ക് ആദ്യമായിട്ടല്ലേ കാണുന്നത്. ഇത് ലോകത്തെ ഒറ്ററിനെ കാണുള്ളൂ. ബാക്കിയൊക്കെ പാലസിൽ ഇങ്ങനെ കുറെ സ്ഥലങ്ങളൊക്കെ കാണും, പക്ഷെ ഇത് ജസ്റ്റ് ഫോർ എൻജോയ്മെന്റ് ഫോർ ദ ക്വീൻ. പ്രിയ വന്നപ്പോ തൊട്ട് തുടങ്ങുവാണ്. എനിക്ക് വലിയ ഇഷ്ടമല്ല ഈ സാധനം, പഞ്ഞിമിഠായി. പഞ്ഞിമിഠായി ലവേഴ്സ് ഉണ്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്യുക. ഞാൻ നിങ്ങളോട് കമന്റ് ചെയ്യാൻ പറയാം. എനിക്ക് ജെനുവിൻലി അറിയാനായിട്ടാണ് ആർക്കൊക്കെ എന്തൊക്കെ ഇഷ്ടം എന്ന്. ആ
അച്ഛനെ ഇഷ്ടം. അതെനിക്കറിയാം, ഭയങ്കര ഇഷ്ടം. ഒരു ചായ കുടിച്ചിട്ട് വരട്ടെ. ഗൈസ്, അപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് ഡേയിൽ ചൊപ്പാട്ടി ബസാർ അതെന്ന് പറയുമ്പോൾ എനിക്കൊന്ന് ബോംബെ മാർക്കറ്റാണെന്ന് തോന്നുന്നു പേര്. ഇത് ആക്ച്വലി ഒരു സ്ട്രീറ്റ് ഫുഡ് ഏരിയ ആണ്, ഫുൾ സ്ട്രീറ്റ് ഫുഡ് ഏരിയ. ലോക്കൽസിൻ്റെ ഫേവറേറ്റ് സ്ഥലമാണ്. കാരണം എന്താ, ഇത് തന്നെ ഈ ഒരു വ്യൂ. ഒരു സൈഡിൽ മൊത്തം വ്യൂ ആണ്, ഒരു സൈഡിൽ മൊത്തം സ്ട്രീറ്റ് ഫുഡ്സ് ആണ്. പെർഫെക്റ്റ് വേ ടു എൻഡ് അവർ രാജസ്ഥാൻ സീരീസ് അല്ലേ. ഹൈലൈറ്റ് നേച്ചർ ആൻഡ് ഫുഡ്, അത് രണ്ടും ചേർന്ന് നിൽക്കുവാണ്. അതിൻ്റെ കൂടെ സൺലൈറ്റും, സോറി സൺസെറ്റ്. അടിപൊളി സ്ഥലമല്ലേ അടി? ഭയങ്കര ഒരു ഗെറ്റ് ടുഗദർ ആണ് ഗാങ്സിൻ്റെ. ഇവിടെ എല്ലാവരും വന്ന് ഹാങ് ഔട്ട് ചെയ്യുന്ന സ്ഥലം, ഒരു ഹാങ് ഔട്ട് പ്ലേസ് ആണ്. കണ്ടോ? അതെന്റെയാ, മര്യാദയ്ക്ക് അവിടെ വെച്ചോ. സംഭവമാണല്ലോ. സ്പെഷ്യൽ കോൾഡ് കോഫി. പ്രിയ, എന്റെ കോഫി മാത്രമല്ല, ഈ കോഫി സൂപ്പർ ആണല്ലോ. കൊള്ളാല്ലേ? നല്ല പതപ്പിച്ച് മൺകപ്പില് കിട്ടലാണല്ലോ. സ്പൂണുണ്ട് കോരി കഴിക്കാൻ. ഫ്രോത്തിയ, ഭയങ്കര ഫ്രോത്തിയ. ഇതൊക്കെ കണ്ടാലും ഈ വെറും കോഫി ആണെങ്കിൽ ഐം ഷുവർ നമ്മുടെ വ്യൂവേഴ്സ് ഇത് കണ്ടും കൊതി വരും. ഇത് കൊള്ളാവോ? ആണോ? ചോക്ലേറ്റ് ഇട്ടിരിക്കുന്ന മേലെ. കോഫിയുടെ മുകളിൽ ചോക്ലേറ്റ്. ചോക്ലേറ്റ് പൗഡർ. ഓ, അതെ, ചോക്ലേറ്റ് പൗഡർ. എന്തൊക്കെയല്ലേ. ഇത് ഇവിടുത്തെ ഏറ്റവും പോപ്പുലർ ആണ്. ഇവിടെയുള്ള എല്ലാ സ്റ്റാളും വിൽക്കുന്ന ഡിഷാണ് ഡാഡി മാഗി. എല്ലാവരും മാഗി. പക്ഷെ മാഗിയുടെ മുകളിൽ ചീസും ഇട്ടിട്ടുണ്ട്, ബട്ടറും ഉണ്ട്. നല്ലതായിരിക്കുമോ? നല്ലതായിരിക്കുമോ? നോക്കാമല്ലോ. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. നിങ്ങൾ മാഗി വിത്ത് ചീസ് ആൻഡ് ബട്ടർ കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. നന്നായി മിക്സ് ചെയ്യാം മാഗി വിത്ത് ചീസ് ആൻഡ് ബട്ടർ. പുക പോകുന്നതൊക്കെ നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ ക്യാമറയിൽ കൂടെ. നിങ്ങൾ പക്ഷെ ഇതൊക്കെ കഴിക്കുമ്പോൾ നിങ്ങളിപ്പോൾ വീട്ടിലുണ്ടാക്കി കഴിച്ചാലും ഓർക്കണം, ഇവിടെ വന്ന് കഴിക്കുന്നത് വേറെ ഫീല് തന്നെയാണ്. ഇവിടുന്ന് പോവാനേ തോന്നുന്നില്ല. അതുകൊണ്ട് ഞങ്ങളിത് കുറച്ച് ഗാർലിക് ബ്രെഡ്, ചീസ് ഗാർലിക് ബ്രെഡും ഉണ്ട്. ഇത് നോക്കിക്കേ, ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ് ഹോട്ട് ചോക്ലേറ്റ്. എന്താ അല്ലേ, ഒരു രക്ഷയില്ല ഗൈസ് ഇതിൻ്റെ ടേസ്റ്റ്. സ്ട്രീറ്റ് സൈഡാണ്, ക്വാളിറ്റി ഈസ് റിയലി ഗുഡ്. ചീസൊക്കെ സാധാരണ നാട്ടിലെ കഫേസിൽ ഇടുന്നതിൻ്റെ 2 ഇരട്ടി 3 ഇരട്ടി ചീസാണ് ഇതിലിട്ടിരിക്കുന്നത്. റേറ്റ് ആണെങ്കിലോ പകുതി. ആ ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ പ്രിയ, നമ്മുടെ രാജസ്ഥാൻ അവസാനിക്കുവാണ് ഇന്നത്തോടെ. എങ്ങനെയുണ്ടായിരുന്നു? അതെ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഞാനൊരു ഡീറ്റെയിൽ രാജസ്ഥാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. അല്ലാതെ ഒരുപാട് പേര് നമുക്ക് രാജസ്ഥാനിന്റെ ക്യൂറീസ് ചോദിക്കുന്നുണ്ട്. നമുക്കൊരു രാജസ്ഥാനിനെ കുറിച്ചുള്ള Q&A വല്ലതും ചെയ്യുന്നതാണോ ലൈവായിട്ട്? അപ്പോൾ ചോദിക്കുന്ന അപ്പോൾ ആൻസർ ചെയ്ത് പോകാമല്ലോ. ഒരുപാട് പേര് എന്നോട് സജസ്റ്റ് ചെയ്തു. നാട്ടിൽപോയിട്ട് നമുക്ക് ഡേറ്റ് അനൗൺസ് ചെയ്യാം, അതായിരിക്കും നല്ലത്. അത് ക്യാമറ ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ അതെ. ഡാഡിക്ക് എങ്ങനെയുണ്ട്? രാജസ്ഥാൻ ഇസ് എ വെരി ഗുഡ് പ്ലേസ്. അല്ലേ, ഭയങ്കര വ്യത്യാസമല്ലേ? അങ്കിള് പറയുന്നത് ഞാൻ എപ്പോഴും പണിയുന്നുണ്ട്, ഞാൻ ശരിക്കും എൻജോയ് ചെയ്യുന്നില്ല എന്നാണ്. പക്ഷെ അറിയില്ലല്ലോ ഞാൻ ഇതും എൻജോയ് ചെയ്യുന്നുണ്ടെന്ന്. കണ്ട, എനിക്ക് കുറച്ചു നേരം ക്യാമറ ഓഫ് ചെയ്തിടാം. പക്ഷെ നമുക്ക് അത് പറ്റില്ലല്ലോ, നമ്മുടെ ജോലിയും കൂടെ അല്ലേ ഇത്. അങ്കിളിന് ഭയങ്കര വിഷമം. എനിക്ക് എന്റെ അഭിപ്രായത്തില് ഇന്ത്യ കാണണമെങ്കിൽ 2 സ്ഥലം വിസിറ്റ് ചെയ്താൽ മതി. കേരളം ഫോർ നാച്ചുറൽ ബ്യൂട്ടി, രാജസ്ഥാൻ ഫോർ കൾച്ചർ ആൻഡ് ഹെറിറ്റേജ്. രണ്ടിടത്തെയും ഫുഡും അടിപൊളിയാണ്. അപ്പോൾ വേറെ ഒന്നും വേണമെങ്കിലും രാജസ്ഥാൻ ആൻഡ് കേരള വിസിറ്റ് ചെയ്താൽ ഒരു ഇന്ത്യയുടെ ഒരു 70 to 80% നല്ല ഐഡിയ കിട്ടും. എന്തായാലും അങ്കിൾ ഇവിടെ സ്പെഷ്യൽ ഡിന്നർ ലാൽമാസ് ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് ലാൽമാസ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കഴിച്ച് പ്രിയയ്ക്ക് റസഗുളയും കഴിച്ച് ഇന്നത്തെ ദിവസം അവസാനിപ്പിക്കുകയായിരിക്കും. നാളെ എനിക്കൊരു മോളിൽ പോകണം, വെറുതെ ഒരു സന്തോഷത്തിൽ. നമ്മൾ എവിടെ പോയാലും മോളിൽ പോകാറുണ്ടല്ലോ. അപ്പോൾ നാളെ കുറച്ച് നേരം ഉള്ളൂ. നാളെ ഒന്ന് മോളിൽ പോയി ജസ്റ്റ് അവിടെ കറങ്ങിയിട്ട് അവിടെ നിന്ന് നാട്ടിലേക്ക് പോകണം. പക്ഷേ അതിലും ഒരു ട്വിസ്റ്റ് ഉണ്ട്. അത് നാളത്തെ വീഡിയോയിൽ നിങ്ങൾ അറിയാം. അതിന് ഉത്തരവാദി ഡാഡിയാണ്. ട്വിസ്റ്റ് മേ ട്വിസ്റ്റ് എന്ന് പറയില്ലേ, ഞങ്ങളുടെ ലൈഫ് ഇസ് സോ അൺപ്രഡിക്റ്റബിൾ. അപ്പോൾ നാളെ അത് നിങ്ങൾ കാണുക കേട്ടാ. ഡാഡിയാണ് ഒരു ഉത്തരവാദി. ഭയങ്കര ട്വിസ്റ്റാണ്. രാജസ്ഥാൻ എന്നുള്ള പേര് കൃത്യം രാജസ്ഥാനിന് മാത്രം ചേരുന്ന ഒരു പേരാണ്. അപ്പൊ നമ്മുടെ ടൈറ്റിൽ ഇട്ടത് കറക്റ്റ് അല്ലേ? ഒരു ഹാപ്പി ഫാമിലി ഇൻ റോയൽ രാജസ്ഥാൻ എന്ന് പറയുന്നത് സത്യമാണ്. 100% കറക്റ്റ്.
അപ്പോൾ പ്രിയ നല്ല കിടിലൻ ലാൽമാസൊക്കെ കഴിച്ചു. അത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, അത്ര എൻജോയ് ചെയ്തത്. ഗ്രേവി മാത്രമേ ഉള്ളൂ ബാക്കി. റസഗുള്ള എങ്ങനെയുണ്ട്? രസഗുള്ള കഴിച്ചോണ്ടിരിക്കോ? എനിക്ക് വേണം ഇനി 2 എണ്ണം കൂടെ. വേദു മോൻ കഴിക്കാണോ വേദു രസഗുള്ള? വേദുയുടെ മുഖം തന്നെ ഒരു രസഗുള്ളനെ പോലെ ഉണ്ട്. ഡാഡിക്ക് ഭയങ്കര വിഷമം കഴിക്കാൻ പറ്റാത്തതിന്റെ. ആണോ? ഞാൻ തിരിഞ്ഞിരുന്നപ്പോഴോ? അതാണ് ഞാൻ നോക്കിയപ്പോ പകുതി മിസ്സിങ്. ഞാൻ തിരിഞ്ഞ് ഭയങ്കര സംസാരമായിരുന്നു. നീ വന്നിട്ട് കഴിച്ചതാണ്. എൻ്റെ മുമ്പ് വെച്ച് നിങ്ങൾ കഴിക്കുമ്പോൾ എനിക്ക് കൊതി വരില്ല. അതുകൊണ്ട് ശകലം ടേസ്റ്റ് ചെയ്തു. നല്ല കിട്ടലല്ലേ? നന്നായിട്ടുണ്ട്. അപ്പോൾ ഗൈസ് വൺസ് അഗൈൻ ഇറ്റ്സ് ബീൻ എ ഗ്രേറ്റ് രാജസ്ഥാൻ ട്രിപ്പ്. എന്ത് പറയാ, നിങ്ങൾ കണ്ടല്ലോ, എല്ലാം കണ്ടല്ലോ. അതുകൊണ്ട് എനിക്ക് ഇനി അധികം ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഒരു രാജസ്ഥാൻ, ഒരുപാട് പേർക്ക് രാജസ്ഥാൻ പോകാൻ ആഗ്രഹമുണ്ടെന്ന് അറിയാം. അപ്പൊ നമുക്ക് ഒരു രാജസ്ഥാൻ Q&A ചെയ്യാം. വേദുവിനെ വിളിച്ചോണ്ടിരിക്കുക. ഒരു രാജസ്ഥാൻ Q&A ചെയ്യാം, അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ലൈവ് ചെയ്യാം. നിങ്ങളൊന്ന് സജസ്റ്റ് ചെയ്താൽ മതി, അതനുസരിച്ച് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാൻ ചെയ്യാം. അപ്പോൾ എന്തായാലും ഇനി നാളെ വേറെ ഞാൻ പറഞ്ഞില്ലേ, നാളെ ഭയങ്കര ട്വിസ്റ്റാണ് കേട്ടോ. ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്കല്ല പോകുന്നത്. അത് ഭയങ്കര ട്വിസ്റ്റ് അല്ലേ? അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് നാളെ വ്ളോഗ് കാണുക, അതിൽ അറിയാൻ പറ്റും. അത് ഞാൻ വീണ്ടും ഞാൻ പറയാറ്, ഡാഡിയാണ് എൻ്റെ ഉത്തരവാദി. ഞങ്ങൾ നാട്ടിൽ പോകുന്ന തന്നെയായിരുന്നു പ്ലാൻ, പക്ഷെ ഓൾ സഡൻ ചേഞ്ച് താങ്ക്സ് ടു ഡാഡി ആൻഡ് ഹിസ് എൻതൂസിയാസം ടു ട്രാവൽ. അപ്പോൾ അത് ട്വിസ്റ്റ് നാളെ നിങ്ങൾക്ക് കാണാം. അതുവരെ ഓൾവേസ് സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. ബൈ ബൈ.